എൻ്റെ പേര് തനുജ. എൻ്റെ നാട് കോഴിക്കോടാണ്. ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിനു കോട്ടയം. ആൾ ഇപ്പം ചാനലിൽ ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നു. ഞങ്ങളുടെ മകളാണ്. മോളുടെ പേര് അനുഗ്രഹ ജിനു, ദേവൂട്ടി എന്നാണ് പേര്. പുള്ളി എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ 5 വർഷമായി. ഈ 5 വർഷം ആയിട്ടും മറ്റൊരാളുടെ വൈഫുമായിട്ടാണ് ആൾ ജീവിക്കുന്നത്. ആ ലേഡിക്കും 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്. ആളെ ഒഴിവാക്കിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്ന് ജീവിക്കുന്നത്. 5 വർഷമായി. പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരു ദ്രോഹത്തിനോ ഉപദ്രവിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ നിയമപ്രകാരം കല്യാണം കഴിച്ചാണ്, രജിസ്റ്റർ മാരേജ് ചെയ്താണ്. മോളുടെ സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റും, മോൾക്ക് 25% IQ ലെവൽ കുറവുള്ള കുട്ടിയാണ്. 6ാം ക്ലാസ് പഠിക്കുന്നു. എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ട്, BP ഉള്ളതുകൊണ്ട് ഇച്ചിരി വിരൽ വരുന്നുണ്ട്. 6ാം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്. ഇപ്പോഴവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഞാൻ ചിലവിനുള്ള കേസ് കൊടുത്തായിരുന്നു 2 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ ആളുടെ വീട്ടിലേക്കുള്ള അഡ്രസ്സിലായിരുന്നു കോടതിയിൽ നിന്ന് പേപ്പർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2 വട്ടം മടങ്ങിയപ്പോൾ എന്നോട് എൻ്റെ വക്കീൽ പറഞ്ഞു, ആളുടെ ശരിക്കുള്ള അഡ്രസ്സ് കിട്ടിയാൽ അയാൾ കൈപ്പറ്റണം, നോട്ടീസ് കൈപ്പറ്റിയാൽ മാത്രമേ നമുക്ക് കേസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഒരു ആർട്ടിസ്റ്റുകളും ഒരു കൂട്ടുകാരന്മാരും ഒരാളും എനിക്ക് പറഞ്ഞു തന്നില്ല. ലാസ്റ്റ് എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടി എന്നെ പറഞ്ഞു തന്നു, ചേച്ചി ഇന്നടത്തുണ്ട്, നിങ്ങൾ അവിടെ പോയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞാൻ പാലാരിവട്ടത്ത് പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് 2023 ഞാൻ അന്വേഷിച്ച ആൾ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ മകളെയും കൊണ്ട് ചെല്ലും. മോൾ ഇത്ര വർഷമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ മോൾക്ക് കാണണമെന്നും പറഞ്ഞു. ഞങ്ങൾ പോയപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത്. അന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലിട്ടിട്ട് ഭയങ്കര വൈറലൊക്കെ. അയാൾ മോളുടെ മുന്നിൽ നിന്ന് DNA ചോദിച്ചു. ആളല്ല, ആളുടെ കൂടെയുള്ള ലേഡി പറഞ്ഞു, ചിലവിന് തരേണ്ട കാര്യം എന്താണ്, നിനക്ക് അഡ്രസ്സും തരേണ്ട ആവശ്യമില്ല, ഇത് ഇയാളുടെ മകളല്ല. അപ്പോൾ ആളോട് പറഞ്ഞു, എടാ നിൻ്റെ മകളാണോടാ എന്ന് ആളോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു. എന്നോട് പറഞ്ഞു, എൻ്റെ മകളാണെന്നോ, എനിക്ക് DNA വേണമെന്ന് പറഞ്ഞു. അപ്പോഴും മോൾ കരഞ്ഞുകൊണ്ടിരിക്കുക, അപ്പായി എന്നുണ്ട്. ആൾ ഒരു മൈൻഡും ചെയ്യുന്നില്ല. അവർക്ക് ഇപ്പം ഉണ്ടായ കുഞ്ഞിനെയും കൊണ്ട് ആളെടുത്ത് പോകുമല്ലാതെ എൻ്റെ മോൾ ഒരു വശത്തുനിന്ന് പോലും നോക്കിയില്ല. ലാസ്റ്റ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്നപ്പോൾ പുള്ളി തെറ്റിയിട്ടുള്ളൊരു അഡ്രസ്സ് എനിക്ക് തന്നത്. പക്ഷേ അതിൽ നോട്ടീസ് അയച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അയാളുടെ വക്കീലിനോട് പറഞ്ഞു അഡ്രസ്സ് തെറ്റാണെന്ന് പറഞ്ഞപ്പം ഒറ്റ പ്രാവശ്യം അയാൾ തിരുവനന്തപുരത്ത് കുടുംബ കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം വിധി വന്നു. പക്ഷേ അതിൻ്റെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്കൊന്നും ചെയ്യുന്നുമില്ല. ഇപ്പം ആളുടെ ഒരു യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരു ഗ്യാങ്ങായിട്ട്. ഒരു ഷെഫീന ബീബി എന്ന് പറഞ്ഞൊരു സ്ത്രീ. ആൾ ഈ ആൾക്ക് വേണ്ടിയിട്ട് ആ ലേഡിയുടെ യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്കും എൻ്റെ മകൾക്കും വേണ്ടി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അയാളുടെ വൈഫല്ല, എന്ത് തെളിവുണ്ട്, ജിനുവിൻ്റെ കൂടെ ആ വീണ എന്ന് പറഞ്ഞ സ്ത്രീയെ തന്നെ ഞാൻ അയാളുടെ വൈഫായിട്ട് താമസിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ച് എന്നെ വളരെ ബോഡി ഷെയിം ചെയ്തിട്ട്, വളരെ എന്ന് വെച്ചാൽ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി ഷെയിമാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അതൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അവരുടെ കൂടെ ഒരു 3-4 സ്ത്രീകൾ വേറെയുണ്ട്. സെമീറ എന്ന് പറഞ്ഞ മൂവാറ്റുപുഴയുള്ളൊരു യൂട്യൂബറാണ്. പിന്നെ മുന്താസ്, അനു, ഇവർ ഈ 4 പേരും കൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓരോന്നും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടൊക്കെ ഞാൻ പോട്ടെ കുഴപ്പമില്ലാന്ന് വെച്ചു. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം വെച്ചാൽ അവർ ഒരുപാട് രീതിയിൽ നോക്കി എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുപ്പിക്കാതെ എൻ്റെ മകളെ ജിനുവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ചൈൽഡ് ഹോമിലൊക്കെ വിളിച്ച് പറഞ്ഞു മകളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവർ വന്ന് മോളെ അന്വേഷിച്ചപ്പം മോൾ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പൊന്നുപോലെ നോക്കുന്നു, ഒരു കുഴപ്പം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല, നല്ല പോലെ എൻ്റെ അമ്മ നോക്കുന്നത് പറഞ്ഞപ്പോൾ അവർ ആ രീതിയിൽ അങ്ങ് പോയി. പിന്നെ ആ രീതി മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് എൻ്റെ മകളെ ഞാൻ സെക്സ് പരമായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിട്ട് വളരെ ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത അപ്പുറത്താണ് അവർ പെന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ്. ഇവർ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം എടുത്തിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജിനു വീണയും കൂടെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ യൂട്യൂബ് കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യും. ഇതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്നിട്ടും ആൾക്ക് വേണ്ടി മോശമായിട്ട് ലൈവിൽ വന്ന് പറയാനൊന്നുമില്ല. ഞങ്ങൾ മോളുടെ ഡാൻസ്, ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബായിട്ട് പോകുന്നത്. ഇവർ വളരെ ഞങ്ങളെ ഒരു അമ്മയുടെ മാനസിക നില എങ്ങനെ തെറ്റിക്കാൻ പറ്റും ആ രീതി. ഇപ്പം നിങ്ങൾ കേട്ടെന്ന് പറയുന്നത് ജിനുവിനെതിരെ തനുജ നടത്തിയ ആരോപണങ്ങളാണ്. തനിക്കെതിരെയും മോക്കെതിരെയും വേണ്ടാത്ത രീതിയിലുള്ള കുറേയധികം ആരോപണങ്ങൾ ഈ ഒരു ജിനു, അതുപോലെ തന്നെ ജിനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നുണ്ട്. താനുണ്ടെങ്കിൽ തൻ്റെ മോളെ സെക്ഷുവലിയൊക്കെ ഉപയോഗിക്കുന്നു, അതൊന്നും സത്യമല്ല. അതുപോലെ തന്നെ തനിക്കും കുട്ടിക്കും ചിലവിന് തരണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഈ ഒരു ജിനു കേൾക്കുന്നില്ല. ജിനു ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പറ്റി ഇല്ലാത്തതൊക്കെ പ്രത്യേകിച്ച് ഓരോന്നുണ്ടാക്കി പറയുന്നുണ്ട്. അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്ത് നടന്നാലും ഇതിനെതിരെ പോരാടുമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യമാണ് തനുജ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കൊടുത്ത ഒരു പ്രസ് മീറ്റിൽ പറയുന്നത്.
എനിക്ക് പറയാനുള്ള ആ ഒരു കുട്ടിക്കും അതുപോലെ തന്നെ തനുജയ്ക്കും അർഹിക്കുന്ന നീതി തന്നെ കിട്ടണം എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.